നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇത്രയും യാത്രകൾ, അതായത് ഈ ഒരു ഇച്ചിരി ഹൈക്കിങ്ങും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന യാത്ര പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അവരെ പരിചയപ്പെടുന്നത്. നമ്മളുടെ പോലെ അതേ മൈൻഡ്, അതായത് നമ്മൾ എന്ത് പ്രതിസന്ധിയും ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ആളുകളാണ്. നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഫാമിലിനെയോ നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സംസാരിക്കുക അവരെ കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അയാൾ മാത്രമേ എന്റെ കൂട്ടുകാരനായിരിക്കും, എന്റെ ഭാര്യനായിട്ടായിരിക്കും, എന്റെ ഫാമിലിനായിട്ടായിരിക്കും. കാരണം എനിക്ക് എപ്പോഴും അവരെ കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം യാത്രകൾ, അല്ലാത്ത യാത്രകളല്ല പറഞ്ഞത്, അല്ലാതെ കുറെ യാത്രകളുണ്ട്, അതൊരു ഫാമിലിനെ കൊണ്ടുപോകണം. പക്ഷെ ഇത്തരം യാത്രകളിൽ നമ്മൾ അറിയാത്ത ആളുകളുടെ കൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതേ മൈൻഡുള്ള പാർട്ട്ണർ. അല്ല, അത് മാത്രമല്ല, മൈൻഡ് മാത്രം പോരാ, ഫിറ്റ്നസ്സും അത് വേണം, രണ്ടും വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലെവൽ എവിടെയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോ ഞാനില്ലാതെ എന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർക്ക് യാത്ര ചെയ്യാൻ പറ്റണം. ഇൻ കേസ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു ട്രൂപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് യാത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എന്റെ ഫ്രണ്ടായാലും വൈഫായാലും അല്ലെങ്കിൽ കൂട്ടുകാരനായാലും ആരായാലും അയാൾക്ക് മുന്നേ പോകണം. എനിക്ക് വേണ്ടി അവിടെ ആള് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡോട് കൂടി യാത്രയാണെങ്കിൽ ഓക്കെ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാം, ഇത്രയും യാത്രകൾ നമ്മുടെ ലൈഫിൽ വല്ലപ്പോഴും ഒരിക്കലും നമ്മൾ ചെയ്യണം. അത് പൂർണ്ണമായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാൻ. ഒറ്റയ്ക്ക് ചെയ്യാ എന്നല്ല, ആ ഗ്രൂപ്പിന്റെ കൂടെ പുതിയ ആളുകളായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ തന്നെ.